ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ മന്തീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചിക്കൻ മന്തിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു 2.5 കിലോ ചിക്കൻ മന്തി, അതുപോലെ തന്നെ 2.5 റൈസും 2.5 ചിക്കനും കൂടെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 3 തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് അതും കൂടെ ചേർക്കണ്ട. അതുപോലെ തന്നെ ഒരു സവാള കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ മാഗി ക്യൂബ് ഒരു 3 കേട്ടോ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 3 സ്പൂണ് മന്തി മസാല ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ കായ വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കേണ്ട. അപ്പോൾ ചിക്കൻ സ്റ്റോക്കൊക്കെ ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സാധാരണ ഞാൻ മന്തി തയ്യാറാക്കുമ്പോൾ ഈ സവാള ഒന്നും ഇതിലേക്ക് ചേർക്കാറില്ല കേട്ടോ. ഇന്ന് ഇതിലേക്ക് സവാള ചേർത്തിട്ടുണ്ട്, അതുപോലെ തക്കാളിയും ചേർക്കാറില്ല, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 2 ഡ്രൈഡ് ലെമണും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുറച്ച് ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കട്ടെ. ഈ ടൈമിൽ നമ്മൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി, അപ്പോൾ ഇതിലേക്ക് ബസ്മതി റൈസ്, ഗോൾഡൻ ബസ്മതി റൈസാണ് കേട്ടോ 2.5 കിലോന് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ കഴുകി 1 മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പിലാട്ട ചെയ്തെടുക്കുക. ആ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സ്പൈസസ്, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുതിരാനായിട്ട് മാറ്റി വെച്ച ആ ഒരു റൈസ് ഇനി നമ്മൾ ഊറ്റിയിട്ട് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇതുപോലെ ഊറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം, വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഏകദേശം ഇവിടെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ്. ഒരു ഓട്ട പാത്രത്തിലേക്ക് ഇതുപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചിക്കനെ നമ്മൾ അടുപ്പിൽ തന്നെ വേവിക്കുകയാണ് കേട്ടോ. നമ്മൾ വേറെ ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടൊന്നും ചെയ്യണില്ല. അതുപോലെ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് വേവിച്ചിട്ട് അതിന് മുകളിലായിട്ട് ആ റൈസ് നമ്മൾ ഊറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളതിലേക്ക് കുറച്ച് ഫുഡ് കളർ, യെല്ലോ കളറും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെഡ് കളറും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ സ്മോക്കിംഗ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കനൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് ഓയിൽ വെച്ചിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് ദമ്മിടുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.